ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെ കിരണും കല്യാണിയും തന്നെയാണ് സരിയുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നത്. അത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. ശേഷം രാഹുലിനാണെങ്കിൽ ആകെ ദേഷ്യമുള്ള ഷോ എല്ലാ പ്ലാനും പൊളിഞ്ഞു എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഷാരി അപ്പോഴാണ് സത്യങ്ങളൊക്കെ അറിയുന്നത്. രാഹുൽ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യം. അത് കേൾക്കണ ഷാരിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? നോക്കുക, ഞാൻ ഈ കാര്യം എൻ്റെ മരുമോനോടും അതുപോലെ തന്നെ മോളോടും പറയുന്നില്ല. അവരോട് പറഞ്ഞാൽ അവർ നിങ്ങളെ വീട്ടിൽ പോലും കയറ്റാൻ സമ്മതിക്കില്ല. നാണില്ലാത്ത സാധനം, എവിടെയെങ്കിലും പോയി ജീവിക്കാൻ നോക്ക്, എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് എന്നൊക്കെ രാഹുലിനോട് പറയണം. അതിനുശേഷം ഷാരി പൊട്ടിക്കരയാട്ടോ. ഷാരി പിന്നീട് കാണാൻ പോകുന്നത് നമ്മുടെ കിരണിനെയും കല്യാണിനെയാണ്. അവിടുത്തെ നന്ദി പറയാണ്. നിങ്ങളുടെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, ഞാൻ എല്ലാം അറിഞ്ഞു എന്നൊക്കെ പറയാണ്. ഡോക്ടറെ അടുത്ത് 15 ലക്ഷം രൂപക്ക് കുഞ്ഞിനെ സരിവിനെ കൊടുക്കണ്ടെന്ന് രാഹുൽ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ എന്തൊക്കെ വന്നാലും എത്ര രൂപ ചിലവാക്കിയാലും കുഴപ്പമില്ല, കുഞ്ഞിനെ സരിവിനെ കൊടുക്കണമെന്ന് മോൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞു. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നിങ്ങനെ പറഞ്ഞു. ഞങ്ങളൊക്കെ എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഞങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ അവസാനം നിങ്ങൾ മാത്രമല്ലേ ഉണ്ടായുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി ഇങ്ങനെ പൊട്ടിക്കരയാണ്. കല്യാണി പറയുന്നുണ്ട്, നിങ്ങൾ എത്ര ദുഷ്ടന്മാരായിക്കോട്ടെ, പക്ഷെ ഒരു കുഞ്ഞ് അത് ഭൂമിയിലേക്ക് വരുന്നത് അതൊന്നും അറിയാതെയാണ് ഭൂമിയിലേക്ക് വരുന്നത്. ആ കുഞ്ഞ് സരുവിന്റെ കുഞ്ഞെന്നല്ല, ഏത് കുഞ്ഞാണെങ്കിലും ഞങ്ങൾ ഈ കാര്യം അറിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയിട്ട് സഹായിക്കുക തന്നെ ചെയ്യും. ഇതിപ്പോ സരുവിന്റെ കേസായോന്നേ ഉള്ളൂ. മാത്രമല്ല സരു ഒരുപാട് ആഗ്രഹിച്ചല്ലോ ഒരു കുഞ്ഞിന്, അതുകൊണ്ട് അത് അവൾക്ക് നഷ്ടപ്പെടാനും പറ്റില്ല. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവളുടെ സമനില പോലും തെറ്റിപ്പോകുമെന്ന് പറയുമ്പോൾ ഷാരി പറഞ്ഞിട്ട് അതെ, അത് മോള് പറഞ്ഞാൽ ശരിയാണ്. സരുവിന് എങ്ങനെ ഈ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ, അവളുടെ ആ പ്രാർത്ഥനയും വഴിപാടും കൊണ്ടാണ് ഈ കുഞ്ഞിനെങ്കിൽ അവൾക്ക് കിട്ടിയത്. ഇതെങ്ങനെ കിട്ടിയില്ലെങ്കിൽ അവൾ ചിലപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് പോലും പറയാൻ പറ്റില്ല എന്ന് പറയണം. എന്തായാലും കുഞ്ഞും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കണമല്ലോ, എന്തായാലും ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കിരണും കല്യാണി അവിടെ നിന്ന് പോകുവാണ്. എന്തായാലും ഷാരിക്ക് കിരണിനോടും കല്യാണിയോടുള്ള ആ ഒരു വെറുപ്പും ദേഷ്യവും ഒക്കെ മാറുവാട്ടോ. അത് മാത്രമല്ല, മനോഹറാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് തന്റെ കുഞ്ഞിന്റെ മുഖം, എല്ലായിടത്തും കുഞ്ഞുങ്ങളും ഭാര്യമാരും ഉണ്ടെന്നുണ്ടെങ്കിലും ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ ഭാര്യമാരെ ഉപേക്ഷിച്ച് പോകുന്നതാണ് മനോഹർ. ആദ്യമായിട്ടാണ് തന്റെ കുഞ്ഞിന്റെ മുഖം നേരിട്ട് മനോഹർ കാണാൻ പോണത്. അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് എന്തായാലും നാളെ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.